പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മോഹൻ ബഗാൻ ടീമുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ഒരു സീസണിൽ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ഹെക്ടർ യൂസ്തെ. 24 മത്സരങ്ങളോളം ഈ ഒരു താരം ISL 10ാം സീസണിൽ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലഭിച്ച വാർത്ത അനുസരിച്ച് ഹെക്ടർ യൂസ്തെ എന്ന ഈ ഒരു താരം അടുത്ത സീസണിൽ മോഹൻ ബഗാൻ ടീമിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നതാണ്. മോഹൻ ബഗാന് വേണ്ടി 24 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും ഒരു അസിസ്റ്റും നേടുകയുണ്ടായിരുന്നു. ഹെക്ടർ യൂസ്തെ ക്ലബ്ബ് വിടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഒരു വമ്പൻ ഡിഫൻഡറിനെ മോഹൻ ബഗാൻ സ്വന്തമാക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം അഡ്രിയൻ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട്. മികച്ച ട്രാൻസ്ഫർ ഫീമായിട്ട് മറ്റേതെങ്കിലും ടീമുകൾ രംഗത്ത് വന്നാൽ അഡ്രിയൻ ലൂണയെ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അഡ്രിയൻ ലൂണയെ നിലവിൽ സ്വന്തമാക്കാനായിട്ട് 2 ISL ടീമുകൾ രംഗത്തുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റൂമറുകൾ പുറത്തുവരുന്നത് അനുസരിച്ച് മുംബൈ സിറ്റി FCക്കും അതുപോലെ തന്നെ FC ഗോവയ്ക്കും ലൂണയെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടറായിട്ടുള്ള നിഖിൽ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമോ ഇല്ലേ എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്. നിഖിൽ വ്യക്തമാക്കിയിട്ടുള്ളതനുസരിച്ച് അഡ്രിയൻ ലൂണ എങ്ങോട്ടും പോകില്ല എന്നാണ്. താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്നാണ് നിഖിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലിപ്പോൾ അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. എന്നാൽ പോലും മറ്റ് ക്ലബ്ബുകളിൽ നിന്നും അഡ്രിയൻ ലൂണയ്ക്ക് ഓഫറുകൾ ലഭിച്ചിട്ടുമുണ്ട്. ലൂണയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പരിശീലകനായിരുന്ന ഇവാൻ യുക്കോമാനോവിച്ചിന് 1 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. കഴിഞ്ഞുപോയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCക്കെതിരായിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ ഇറങ്ങിപ്പോയിരുന്നു. ഇതിൽ പരിശീലകന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി ക്ലബ്ബ് ഇവാന് പിഴ ചുമത്തിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ലാവോയാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കോച്ചുകളിൽ ഒരാളാണ് ഇവാൻ യുക്കോമാനോവിച്ച്. അങ്ങനെയുള്ളൊരു കോച്ചിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുത്തതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും വന്നൊക്കെ ഇട്ടിരുന്നതുമാണ്. എന്നാൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോയതിനു ശേഷമാണ് മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുത്തിരിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ഒരുപാട് വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.